നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമ, അതിലെ അവസാനത്തെ എനിക്ക് ഇന്നും ഇതിന് മേലെ മലയാളത്തിൽ ഇത്രയും പ്രോഗ്രസീവായിട്ടുള്ള സിനിമ ഉണ്ടായിട്ടില്ല. അച്ഛൻ നശിപ്പിച്ചു എന്ന് പറയുന്ന അവളെ കയറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് കുളിച്ചാൽ മാറിക്കോളും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിനക്ക് അങ്ങനെ കുളിച്ചാൽ മാറാത്ത ഒരു അശുദ്ധിയും അയാൾ നിനക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ ടാങ്കർ ലോറിയിലേക്ക് തൻ്റെ പ്രണയത്തിലേക്ക് വലിച്ചു കയറ്റുന്ന ആ നായകൻ തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ. ഇവിടെ അടുത്ത കാലത്ത് ഭയങ്കര കൊട്ടിഘോഷിക്കപ്പെട്ട പരുത്തി വീരൻ എന്ന സിനിമയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് പരുത്തി വീരൻ വളരെ റിഗ്രസീവായിട്ടുള്ള സിനിമയാണെന്ന്. അസാധ്യമായ ടേക്കിങ്സും നല്ല മേക്കിംഗ് ഒക്കെയുള്ള സിനിമ തന്നെയാണ് പരുത്തി വീരൻ, അത് ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു റിഗ്രസീവ് സിനിമയാണത്. തൻ്റെ മാനം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തന്നെ ഒരു കുറേ ലോറി ഡ്രൈവർമാർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സൂര്യയുടെ അനിയൻ കാർത്തിയോട് പ്രിയാമണി പറയുന്നത് കറുപ്പഴിച്ചിട്ടാങ്കിൽ എന്നെ മാനഭംഗപ്പെടുത്തി കഴിഞ്ഞു, എന്നെ വെട്ടിക്കൊല്ലാൻ, എന്നിട്ട് വെട്ടിക്കൊല്ലുക ഈ ഐറ്റം. പപ്പേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നെങ്കിൽ അത് പിടിച്ചെണീപ്പിച്ച് പോകാൻ പറയും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നേനെ. ഇതവിടെ അതല്ല, കലാചാരം. പിന്നെ ഒരു പെണ്ണിനെ എന്തോ കുറേ ആൾക്കാർ ചേർന്നിട്ട് അവളുടെ ഇംഗിതത്തിന് വിരോധമായിട്ട് വിപരീതമായിട്ട് ഒരു കാര്യം ചെയ്തപ്പോൾ എന്നെ കൊല്ലണം എന്ന് പറയുന്ന നായിക, ഇത്രയും റിഗ്രസീവായ നായിക വേറെ എവിടെയുള്ളത്? നിങ്ങൾ ചെയ്യുമോ? പോകാൻ പറയും അവൻ്റെ അടുത്ത്. ഇനി നായിക പറഞ്ഞാലും നായകൻ ചെയ്യുമോ? അതാണ് അങ്ങനത്തെ ഒരു നായകനും. അപ്പം അവനെ വെട്ടിക്കൊല്ലാൻ എന്ത് കോമഡിയാണ്. അനുവേട്ടാ, 14 വർഷം മുമ്പ് ഒരു ടെലിവിഷൻ അവതാരകനായി സെലിബ്രിറ്റി ജീവിതം ആരംഭിച്ചു. സീരിയലിൽ നടനായി, നായകനായി, സിനിമയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി, സഹനടനായി, ഇപ്പോൾ സിനിമയിൽ നായകനായി, കുറേയേറെ സിനിമകൾ നായകനായി, മലയാള സിനിമയിൽ നായകന്മാരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ട അനൂപ് മേനോൻ. കഴിഞ്ഞ 14 വർഷത്തെ യാത്രയ്ക്ക് അത്യാവശ്യം വേണ്ടിയിരുന്നത് ഒരു നായാടിയുടെ കൺമുനയിലെ ജാഗ്രത തന്നെയാണ്. നായാടിയുടെ കൺമുനയിലെ ജാഗ്രത തന്നെയാണ്. എന്നാൽ അതിനൊപ്പം ടാലൻറ്റും. ഇതിനെ നമുക്ക് എത്ര ശതമാനമായി പകുത്തു മാറ്റാൻ കഴിയും? ഇതിനുള്ള ഉത്തരം എന്നോണം ഞാൻ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ ഇനി ഇവിടെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ മിക്കവാറും സിനിമയിലെത്തും. ഞാൻ എത്തുമല്ലേ? ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. കുറേ സുന്ദരികളുണ്ട്, എത്താം. അടുത്ത മഞ്ജു വാര്യരൊക്കെ ഉണ്ടാവും ഇതിനിടയിൽ. എനിക്ക് പറയാനുള്ളത്, ടാലൻറ്റ് അവിടെ ഉണ്ടോ? എന്തെന്നുണ്ടത്? അവരൊക്കെ ആയിരിക്കാം അടുത്ത മലയാള സിനിമയെ തീരുമാനിക്കുന്ന ആളുകൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ടാലൻറ്റ്, ഹാർഡ് വർക്ക്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വർഷാവർഷം ഒരിടത്ത് സക്സസ്ഫുൾ ആകുമ്പോൾ പറഞ്ഞു പോരുന്ന കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ഒക്കെ വലുതായിട്ടുള്ള കാര്യം ബി ഹാപ്പി എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലൊരു വലിയ പുഞ്ചിരിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു മേഖലയുണ്ട്, നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. നമ്മൾ അതിനെ മറച്ചു വെച്ചിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവാനാണ് ശ്രമിക്കാറുള്ളത്. പഠിത്തത്തിൽ പോലും നമ്മൾ ഇപ്പം അഭിനയിക്കുകയാണെങ്കിലും തിരക്കഥ എഴുതുമ്പോഴും, ഇപ്പം ഗോതൂട്ടി പറഞ്ഞു, ഞാൻ സഹനടനായിട്ട് ഞാനിപ്പോൾ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ഞാനൊരു വില്ലനായിട്ടാണ് അഭിനയിച്ചത്. അത് ആംഗ്രി റിവ്യൂസ് കഴിഞ്ഞിട്ടാണ് ആ സിനിമ വന്നത്. പക്ഷേ എന്ത് തന്നെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് ഒരു സന്തോഷത്തിൻ്റെ എലമെൻ്റ് ഉണ്ടെങ്കിൽ യു വിൽ ബി സക്സസ്ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. മോർ ദൻ ഹാർഡ് വർക്ക്, മോർ ദൻ ടാലൻറ്റ്, യു ഷുഡ് ബി ഹാപ്പി വിത്ത് വാട്ട് യു ഡു. അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഞാനും മമ്മൂക്കയുടെ ഒരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് സൈലൻസ് എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിനിടയിൽ ഒരു തർക്കം ഉണ്ടായതാണ്. മമ്മൂക്കടുത്ത് ഞാൻ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞാൽ എല്ലാം ഹാർഡ് വർക്കാണ്. ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞു, ഹാർഡ് വർക്ക് ആണെങ്കിൽ ഇവിടെ നിലങ്ങളിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരനായിരിക്കണം ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾ. കാരണം അയാൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല. ദേഹാധ്വാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, മെൻ്റൽ എബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ, ഇൻ്റലിജൻസ് അതിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇവിടെയുള്ള ഇപ്പം നിങ്ങളൊക്കെ പഠിച്ചിറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ റിസർച്ച് സെൻറ്ററുകളിൽ വർക്ക് ചെയ്യുന്നവർ, നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ മൈൻഡ് അപ്ലൈ ചെയ്യുന്ന പോലെ ഒരു ആക്ടറോ ഒരു സംവിധായകനോ മൈൻഡ് അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ അവരെക്കാളും ഒക്കെ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സെലിബ്രിറ്റി സ്റ്റേറ്റസോ ഒക്കെ നമുക്ക് കൈവരുന്നതിൻ്റെ കാരണം, ആർക്കും അത് വരുന്നതിൻ്റെ കാരണം, അതിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫീൽഡിലായാലും ശരി, ബി ഹാപ്പി ഇൻ വാട്ട് യു ഡു. ഒരുപാട് പേര് പിടിച്ച് തറയിലേക്ക് വലിക്കാനുണ്ടാവും. ഒറ്റ കാര്യം ആലോചിക്കുക, ഒരാൾ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞാൽ അയാൾ നമ്മളെക്കാൾ ചെറുതായതുകൊണ്ടാണ് പറയുന്നത്.
ചെമ്പൈ വൈദ്യനാഥ്, അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയും, എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, വിമർശനങ്ങൾ നമ്മൾ ചെവി കൊടുക്കണം, നമ്മൾ അതിൽ നിന്നും നമ്മൾ ഉയരും. ഒരു കുന്തവുമില്ല, ഒരിക്കലും ഉയരില്ല. വിമർശനങ്ങളല്ല നമ്മൾ വരുന്നത്. നമ്മൾ വിമർശനങ്ങൾ കേൾക്കാതിരിക്കുന്നിടത്താണ് നമ്മളൊരു വളരെ കൃത്യം പട്ട കിട്ടിയ കുതിരയെ പോലെ നമ്മുടെ ഏകാഗ്രമായ യാത്രയിൽ മാത്രമേ നമ്മൾ ഉയരുള്ളൂ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഒരിക്കലും യേശുദാസിനെ കുറ്റം പറയില്ല. യേശുദാസിനെ കുറ്റം പറയുന്നവർ അതിലും താഴ്ന്നവരായിരിക്കും. കാരണം അവിടെ എത്താൻ കഴിയുന്നില്ലല്ലോ. ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ക്രിട്ടിക്സ് ആവുന്നത്. ഫെയിൽഡ് ആർട്ടിസ്റ്റാണ്, ഫെയിൽഡ് പോയറ്റ്സാണ് എപ്പോഴും ക്രിട്ടിക്സ് ആവുന്നത്. സോ ബി ഹാപ്പി ഇൻ വാട്ട് യു ഡു. ഈ ഗോവിന്ദൻകുട്ടി ചോദിച്ചതിന് ഒരൊറ്റ കാര്യമുള്ളൂ, ഐ വാസ് ഹാപ്പി ഇൻ വാട്ട് എവർ ഐ ഡിഡ്. എനിക്ക് ഈ കാര്യത്തിൽ സന്തോഷം എന്ന് ഇല്ലാതാവുന്നോ അന്ന് ഞാൻ ഈ പണി നിർത്തും.